കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കരിമീൻ പൊള്ളിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് നല്ലതായിട്ട് വെട്ടി തേച്ച് കഴുകിയെടുത്ത മീനാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇനി ചേർക്കാനുള്ളതൊക്കെ നോക്കാം. മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. എരിവുള്ള മുളക് പൊടിയാണേ. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പം വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുവാണേ. നമുക്ക് പിന്നെ നല്ല പോലെ മൊരിഞ്ഞ് വരാൻ വേണ്ടി തുള്ളി എന്തെങ്കിലും അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എണ്ണയിൽ ഇട്ട് കൊടുക്കണേ. അന്നേരം പുറമേ നല്ല മുരിഞ്ഞും അകത്ത് നല്ല വെന്തും വരുവേ. അതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത്. ഒരു തുള്ളി നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് അപ്പോൾ നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തേ നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാവേ. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്കൊന്ന് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കരിമീൻ ഫ്രൈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ക്യാമറ ഓണാണെന്ന് ഓർത്ത് കരിയാപ്പില ഇട്ട് കൊടുത്താണ്. അത് കൊച്ച് ഓണാക്കിയില്ല. അതുകൊണ്ട് കരിയാപ്പില 2 ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് മൊരിഞ്ഞ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല കരിമീൻ ഫ്രൈ. അപ്പം നല്ലൊരു കരിമീൻ ഫ്രൈ ആണ് തയ്യാറായിട്ടുള്ളത്. നമ്മുടെ കരിമീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ സവോളയും ഈ കരിയാപ്പിലയൊക്കെ അത്യാവശ്യമുള്ളവർക്ക് എരിവിന് പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പം ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പം ഇതാണ് നമ്മുടെ കരിമീൻ ഫ്രൈ. അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള സവോളയും തക്കാളിയും എല്ലാം നമുക്ക് എടുത്തൊന്ന്. അപ്പം ഇതൊരു ഇച്ചിരി ഇഞ്ചിക്കറിയാണേ. അപ്പം ഇതാണ് നമ്മൾ വൈകിട്ടാണ്. ഞാനങ്ങനെ ചോറുണ്ണുന്നതല്ല. അപ്പം ധൃതി ആയതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. മീനൊക്കെ കാണുമ്പോൾ
ടേസ്റ്റ് ഉണ്ട്. കുരുമുളകൊക്കെ ഒത്തിരി ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ കരിമീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണണം. ബൈ ബൈ.